നമുക്കിന്ന് കടാങ്കോട്ട് മാക്കത്തിൻ്റെ കഥ കേൾക്കാം. ഉത്തര കേരളത്തിൽ സുപ്രസിദ്ധമായ കടത്തനാട്ട് എന്ന ദേശത്ത് കടാങ്കോട്ട് എന്ന് പ്രസിദ്ധമായ ഒരു നായർ ഗൃഹം ഉണ്ടായിരുന്നു. ആ ഗൃഹക്കാർ ധനപുഷ്ടി കൊണ്ടും ആഭിജാത്യം കൊണ്ടും സ്ഥാനമാനാദികൾ കൊണ്ടും സർവമാന്യന്മാരായിരുന്നു. ആ തറവാട്ടിൽ ഒരു കാലത്ത് ഒരു സ്ത്രീ മാത്രമായി തീർന്നു. ആ ഗുണവതിക്ക് ഈശ്വരപ്രസാദത്താൽ 12 പുത്രന്മാരും ഒരു പുത്രിയുമുണ്ടായി. ആ പുത്രിയുടെ നാമധേയം മാക്കം എന്നായിരുന്നു. മാക്കത്തിന് ഏകദേശം 3 വയസ്സ് പ്രായമായപ്പോഴേക്കും അവളുടെ മാതാപിതാക്കന്മാർ കാലദോഷത്താൽ കാലധർമ്മത്തെ പ്രാപിച്ചു. എങ്കിലും അവളുടെ സഹോദരന്മാർക്ക് 12 പേർക്കും അവളെ കുറിച്ച് വളരെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നതിനാൽ അവളെ അവർ യഥായോഗ്യം വളർത്തിക്കൊണ്ടുവന്നു. അവളെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയാൽ അവൾ വളരെ വിദുഷിയും സൽഗുണ സമ്പന്നയുമായി തീർന്നു. മാക്കത്തിന്റെ താലികെട്ട് കല്യാണം സഹോദരന്മാർ വളരെ കേമമായി ആഘോഷപൂർവ്വം നടത്തിച്ചു. മാക്കം കാലക്രമേണ കൗമാരകാലത്തെ വിട്ട് നവയൗവനദശയെ പ്രാപിച്ചു. സർവാംഗ സുന്ദരിയായിരുന്ന അവൾക്ക് യവനം കൂടി വന്നപ്പോഴേക്കും ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും മാക്കത്തിന് തുല്യമായിട്ടൊരു കന്യക ത്രൈലോക്യത്തിലെങ്ങും തന്നെ ഇല്ലെന്ന് സർവജനങ്ങളും ഒരുപോലെ പറഞ്ഞു തുടങ്ങി. മാക്കത്തിന്റെ സൗന്ദര്യം, സൗശീല്യം, വൈദുഷ്യം, വൈദഗ്ധ്യം, ഈശ്വരഭക്തി, നിഷ്കാപട്യം മുതലായ സൽഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്താത്തവരായി ലോകത്തിൽ ആരും തന്നെ ഇല്ലാതായി തീർന്നു. ഇതിനിടയ്ക്ക് മാക്കത്തിന്റെ സഹോദരന്മാർ 12 പേരും സുന്ദരിമാരായ ഓരോ സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുകയും തറവാട്ടിൽ തന്നെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു തുടങ്ങുകയും മാക്കത്തിന് സർവപ്രാകേരണയും അനുരൂപനുമായൊരു ഭർത്താവ് ഉണ്ടായിത്തീരുകയും ചെയ്തു. അയാളുടെ പേര് ഇളംകൂറ്റിൽ തറവാട്ടിൽ നമ്പർ നമ്പ്യാർ. ഇദ്ദേഹത്തെ പോലെ സകല യോഗ്യതകളും തികഞ്ഞ ഒരു പുരുഷൻ അക്കാലത്ത് വടക്കേ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിശ്വാസം. മാക്കം നല്ല പിടിപ്പും പഠിപ്പും ശേഷിയും ക്ഷേമുഷിയും കാര്യവിവരവുമുള്ള കൂട്ടത്തിലായിരുന്നതിനാൽ അവളുടെ സഹോദരന്മാർ തറവാട്ടിലെ സകല വരവ് ചെലവുകളുടെയും കണക്കുകൾ അവളെയും ബോധ്യപ്പെടുത്തി വന്നിരുന്നു. എന്ന് മാത്രമല്ല, മാക്കത്തിന്റെ സമ്മതം കൂടാതെ അവർ ഒരു കാശ് പോലും ചെലവാക്കുക പോലുമില്ലായിരുന്നു. അതിനാൽ അവരുടെ ഭാര്യമാർക്ക് മാക്കത്തോട് വളരെ അസൂയയും വൈര്യവും ഉണ്ടായിരുന്നു. കടാങ്കോട്ട് തറവാട് വളരെ മുതലുള്ളതായിരുന്നതിനാൽ അവിടെ നിന്ന് ക്രമത്തിലധികമായ സമ്പാദ്യമുണ്ടാക്കുക എന്നതായിരുന്നു ആ സ്ത്രീകളുടെ വിചാരം. മാക്ക നിമിത്തം അവരുടെ ആ അത്യാഗ്രഹം പൂർണ്ണമായി സാധിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കത്തക്കവണ്ണം വേണ്ടതൊക്കെ ധാരാളമായി കൊടുക്കുന്നതിന് മാക്കം അനുവദിക്കുകയും അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഭർത്താക്കന്മാരുടെ കാലം കഴിഞ്ഞാലും അവർക്കും അവരുടെ സന്താനങ്ങൾക്കും ഒട്ടും ബുദ്ധിമുട്ട് കൂടാതെ നിത്യവൃത്തി കഴിച്ചുകൂട്ടുവാൻ തക്കവണ്ണമുള്ള മുതൽ അവർ സമ്പാദിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും സ്ത്രീകൾക്ക് അതൊന്നും തൃപ്തിയായിരുന്നില്ല. തനിക്ക് താൻ പോന്ന മഹത്തുക്കൾക്കും ധനത്തിലുള്ള ആഗ്രഹം അല്പമല്ല എന്നുണ്ടല്ലോ. എന്നാൽ തങ്ങൾക്ക് ആഗ്രഹത്തിനുള്ള തക്കവണ്ണമുള്ള സമ്പാദ്യം ഉണ്ടാകാഞ്ഞിട്ടില്ല. അളവിലല്ലാതെയുള്ള ധനത്തിന്മേൽ മാക്കത്തിനുള്ള അവകാശവും അധികാരവും സിദ്ധിച്ചത് കൊണ്ടാണ് ആ സ്ത്രീകൾക്ക് സങ്കടമുണ്ടായത്. അതിനാൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മാക്കത്തോട് ഏതു വിധവും വിരോധമുണ്ടാക്കി തീർക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ആ പുരുഷന്മാരുടെ അടുത്തുകൂടി സദാ തലേണ മന്ത്രം ഉരുക്കഴിച്ചു കൊണ്ടിരുന്നു. മരുമക്കത്തായ കുടുംബങ്ങളിലെ നാത്തൂൻ പോരും നാത്തൂന്മാരുടെ തലേണ മന്ത്രവും അമ്മായിയമ്മ പഞ്ചതന്ത്രം പോലെ തന്നെ പ്രസിദ്ധമാണ്. എന്നാൽ മാക്കത്തിന്റെ 12ാമത്തെ സഹോദരനായ രാമൻ നമ്പ്യാരുടെ ഭാര്യയായ പുരാണി എന്ന സ്ത്രീ സുശീലയും മറ്റുള്ളവരെ പോലെ അത്യാഗ്രഹവും ദുഷ്ടതയും അസൂയയുമില്ലാതെ മാക്കത്തിന് സ്നേഹവും വാത്സല്യവും നൽകിയിരുന്നു. ജ്യേഷ്ഠത്തിമാർ 11 പേരും സദാ മാക്കത്തെ ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പുരാണി അത് കേൾക്കുമ്പോഴൊക്കെ ജ്യേഷ്ഠത്തിമാരോട് എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനാൽ അവർക്ക് 11 പേർക്കും ക്രമേണ പുരാണിയെക്കുറിച്ചും ഒട്ടും രസമില്ലാതെയായി തീർന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും മാക്കം ആ നാത്തോന്മാർക്ക് വിരോധമായിട്ടൊന്നും പ്രവർത്തിക്കുക ചെയ്തിരുന്നില്ല. സൽഗുണവതിയായ മാക്കത്തിന് ഭർത്താവുണ്ടായിട്ട് അധികം താമസിയാതെ തന്നെ അവൾ ഗർഭം ധരിക്കുകയും യഥാകാലം പ്രസവിച്ച് ഒരാൺകുട്ടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നാത്തോന്മാർക്ക് 11 പേർക്കും അവളോടുള്ള അസൂയയും വൈര്യവും പൂർവാധികം വർദ്ധിച്ചു. എങ്കിലും സഹോദരന്മാർക്കും ഭർത്താവിനും പുരാണിക്കും മാക്കത്തെക്കുറിച്ചുള്ള സ്നേഹവും സന്തോഷവുമാണ് അപ്പോൾ വർദ്ധിച്ചത്. അതിനാൽ നാത്തൂന്മാർ അവരുടെ തലേണ മന്ത്രം അക്ഷരലക്ഷം വീതം ജപിച്ചിട്ടും യാതൊരു ഫലസിദ്ധിയും ഉണ്ടായില്ല.